ഭിക്ഷാം ദേഹി കൃപാവലംബനഗരീ കാശീപുരാധീശ്വരീ. ഭംഗം കൂടാതെയെന്നും ഭവതിയുടെ പദാംഭോജമൂർത്തിയിടുവാനായി മംഗല്യേ സാധ്യമാവാൻ കരുണ ഇവനിൽ നീ കാട്ടണം കോട്ടമിഞ്ഞേ. സംഘം നിൻ ഭക്തരോടായി വരണമതുവഴിക്കംബികേ കാമദാത്രീ. ഭംഗ്യാ വന്നെൻ്റെ മുമ്പേ ഭഗവതി വിലസീടെപ്പോഴും സാനുകമ്പേ. ദേവീ ശരണം അമ്മേ. സുപ്രഭാതം, ശുഭദിനം. എല്ലാ ഭക്തജനങ്ങൾക്കും പുലർകാല വന്ദനം. ശ്രീമദ് ഭാഗവത ദേവി ഭാഗവത നിത്യപാരായണ പരമ്പരയുടെ യജ്ഞവേദിയിലേക്ക് സുസ്വാഗതം. ഷഷ്ഠസ്കന്ധത്തിലെ സപ്തമാധ്യായം ഇന്നലെ മുതൽ അവലോകനം ചെയ്യാൻ തുടങ്ങി. വൃത്രാസുരനെ വധിച്ചു. ആ വധിച്ചപ്പോഴ് അവർക്കെല്ലാം സന്തോഷമുണ്ടായി. ആ സുരനെ വധിക്കാൻ കഴിഞ്ഞു. ഇനി അവനെ കൊണ്ടുള്ള ദ്രോഹമോ ശല്യമോ ഉണ്ടാവില്ല എന്നൊക്കെ സന്തോഷിച്ചു, ആർത്തട്ടഹസിച്ചു എന്നുണ്ടെങ്കിലും വൈകുണ്ഠത്തിലേക്ക് പോയ വിഷ്ണുവിനും തൻ്റെ ഇന്ദ്രപുരിയിലേക്ക് പോയ ഇന്ദ്രനും ആ ഇന്ദ്രന് കൂട്ടുനിന്ന ആശ്രമത്തിലേക്ക് പോയ ഋഷികൾക്കും മനസ്സിൽ ആ പാപഭാരം ഉണ്ടായി. വഞ്ചിച്ചാണ് ആ വൃത്രനെ കൊന്നത് എന്നുള്ള പാപഭാരം അവരുടെ മനസ്സിലുണ്ടായിരുന്നു എന്നുള്ളതിനെ നമ്മൾ കണ്ടു. എത്ര നികൃഷ്ടമാണ് ഈ മമതാബന്ധം എന്നത് അവിടെ കാണിച്ചു തരണു. പാപത്തിന് കാരണമായിട്ടുള്ള ഈ മമതാബന്ധങ്ങൾ ഇത്തരം അനർത്ഥങ്ങൾ വരുത്തിവെക്കുന്നു. ഋഷിമാര് ചിന്തിക്കുകയാണ്, നാം അതിന് കൂട്ടുനിന്നു കള്ളശപഥം ചെയ്ത അസുരനെ വഞ്ചിക്കുകയായിരുന്നു ചെയ്തത്. പാപകർമ്മങ്ങൾ ചെയ്യുന്നവരോടുകൂടി ആലോചിക്കുന്നവനും അവർക്ക് അതിനുള്ള ബുദ്ധി ഉപദേശിക്കുന്നവനും അവരെ അത്തരം കർമ്മങ്ങളിൽ പ്രേരിപ്പിക്കുന്നവനും അതുപോലെ അവരുടെ പക്ഷം പിടിക്കുന്നവനും അവർക്കെല്ലാം ആ പാപത്തിൽ പങ്കുണ്ട് എന്ന് പറയുകയാണ്. ശാസ്ത്രങ്ങളിൽ പറയുന്നത് ഹിംസാദി വൃത്തികളായ ഇത്തരം പാപങ്ങൾ ചെയ്യുമ്പോൾ 6 പേർക്ക് ആ പാപങ്ങളൊക്കെ അനുഭവിക്കേണ്ടി വരുന്നുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു മൃഗത്തിനെ നമ്മൾ വധിച്ചു എന്ന് പറയുമ്പോൾ ആ കത്തിയെടുത്ത് അല്ലെങ്കിൽ വാളെടുത്ത് അതിനെ വെട്ടിക്കൊന്നവന് മാത്രമല്ല പാപം, അതിന് കൂട്ടുനിന്നവർക്ക്, അതിനുള്ള പ്രേരണകൾ കൊടുത്തവർക്ക്, അതിനെ അനുമോദിക്കുന്നവർക്ക്, അതിനെ സ്വാർത്ഥ താൽപര്യങ്ങൾക്കായി നേട്ടങ്ങൾക്കായി ഉപയോഗിക്കുന്നവർക്ക്, ആ ഉപയോഗിക്കുന്നവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്നവർക്ക് എല്ലാവർക്കും അതിൽ ആ പാപത്തിൻ്റെ പങ്കുണ്ട് എന്ന് മനസ്സിലാക്കണം. സന്ദർഭവശാൽ ഓർമ്മ വന്ന ഒരു കഥ പറയാൻ ആഗ്രഹിക്കുകയാണ്. ദാനധർമ്മങ്ങളൊക്കെ ചെയ്തിരുന്നതായിട്ടുള്ള ഒരു പുണ്യാത്മാവിൻ്റെ വീട്ടിൽ ഒരിക്കൽ ഒരു യുവാവ് ഭിക്ഷ യാചിച്ചു കൊണ്ടുവരികയുണ്ടായി. വയസ്സ് വളരെ ചെറുപ്പമായിരുന്ന യുവാവിനെ കണ്ടു. ഗൃഹത്തിൽ ഭിക്ഷ യാചിക്കാനാണ് വന്നത് എന്ന് കണ്ടപ്പോൾ പലർക്കും ഭിക്ഷ നൽകി പുണ്യം സമ്പാദിക്കുന്നതായിട്ടുള്ള ഗൃഹനാഥൻ വിചാരിച്ചു, ഇത്രയും ചെറിയ വയസ്സിൽ നല്ല യൗവനം, നല്ല ശക്തി, ബലം, ആരോഗ്യം, ജോലികൾ ചെയ്യാനുള്ള കഴിവൊക്കെ ഉണ്ടായിട്ടും ഇവൻ ഈ ഭിക്ഷ യാചിച്ച് നടക്കുന്നത് ശരിയല്ല എന്ന് തോന്നി അദ്ദേഹം അന്നത്തെ കാലത്ത് 10 രൂപ അവന് കൊടുത്തു അത്രേ.
അതിപ്പോൾ രൂപ ഒരു കഥയ്ക്ക് വേണ്ടി പറയുകയാണ്. അത് 10 ആക്കാം, നിങ്ങൾ 10,000 ആക്കാം, 10 ലക്ഷം ആക്കാം, എന്ത് വേണമെങ്കിലും ആക്കാം. 10 രൂപ കൊടുത്തു. ഒരു ശില്ലിക്കാശൊക്കെ ആയിരുന്നു ദാനം കൊടുത്തുകൊണ്ടിരുന്നത്. ആ കാലഘട്ടത്തിൽ 10 രൂപ എന്നൊക്കെ പറഞ്ഞാൽ അത്രയും സംഖ്യ വലുതായിരുന്നു. അത് കൊടുത്തിട്ട് പറഞ്ഞു, നല്ല യൗവനസ്ഥനായിട്ടുള്ള നീ ഇങ്ങനെ ഭിക്ഷയാചിച്ച് നടക്കരുത്. ഈ പൈസ നിനക്ക് തന്നത് ഇതുപയോഗിച്ച് നീ എന്തെങ്കിലും വ്യാപാരം, കച്ചവടം, എന്തെങ്കിലും നീ ഒരു തൊഴിൽ ചെയ്ത് നീ ജീവിക്കണം. അല്ലാതെ ഭിക്ഷ എടുത്ത് ജീവിക്കുന്നത് ഈ പ്രായത്തിൽ ഉണ്ണി ശരിയായ കാര്യമല്ല എന്ന് അവനെ ഉപദേശിച്ച് 10 രൂപ കൊടുത്തയച്ചു കാരണവര്. 10 രൂപയും കൊണ്ടുപോയി അവൻ എന്തു ചെയ്യണമെന്ന് ആലോചിച്ച് നേരെ പോയത് ഈ മത്സ്യങ്ങളെയൊക്കെ പിടിക്കാനുണ്ടാക്കുന്ന വലയുണ്ടാക്കുന്ന ഒരു വിൽക്കുന്നതായ ഒരു കടയിലാണ്. അവിടെ പോയി അതിന് ഒരു വല മേടിച്ചു. വല മേടിച്ചു കൊണ്ടുവന്ന് അടുത്തുള്ള പുഴയിൽ ആ വലയിട്ട് മീനിനെ പിടിക്കാൻ തുടങ്ങി. കാലത്ത് മുതൽ വൈകിട്ട് വരെ കുറേ മീനുകളെ അവൻ പിടിച്ചു. പിടിച്ച മീനിൽ കുറച്ച് അവൻ സ്വന്തം വിശപ്പടക്കാനായിട്ട് ഗൃഹത്തിലേക്ക് കൊണ്ടുപോയി. മറ്റുള്ള മീനിനെ അങ്ങാടിയിൽ കൊണ്ടുചെന്ന് വിൽക്കും. അതിന്ന് കുറച്ച് ധനം സമ്പാദിക്കും. ഇങ്ങനെ കുറച്ച് ദിവസങ്ങൾ അവൻ ഈ മീൻപിടുത്തം ചെയ്ത് അതിലൂടെ കുറച്ചൊക്കെ ധനം അധികമായിട്ട് ധനമുണ്ടാക്കിയ സമയത്ത് അവൻ ചെറിയ ഒരു തോണി മേടിച്ച് ഈ വലയും കൊണ്ട് ആ തോണിയിൽ കയറി കുറച്ചും കൂടി ജലാശയങ്ങളുടെ നടുവിലേക്ക് പോകാൻ തുടങ്ങി. ധാരാളം അധികം മീനുകൾ കിട്ടുന്ന ഭാഗത്തിലേക്ക് അവിടെ പോയി വല വീശി ധാരാളം മീനുകളെ പിടിച്ചു കൊണ്ടുവന്ന് കച്ചവടം കുറച്ചും കൂടി വലുതായി. എന്തിനു പറയണു, അങ്ങനെ അവൻ ചെയ്ത് വലിയൊരു മീൻ കച്ചവടക്കാരനായി. അവൻ്റെ കീഴിൽ അനേകം വഞ്ചികളുണ്ടായി. അനേകം പേര് ജോലി കൊടുത്തു. അവരൊക്കെ കൊണ്ടുവരുന്ന മീൻ അവർക്ക് ശമ്പളം കൊടുക്കും. കൊണ്ടുവരുന്ന മീനൊക്കെ വിറ്റ് അവൻ ധാരാളം പൈസ സമ്പാദിക്കും. അത് കഴിഞ്ഞിട്ട് അങ്ങനെ അവൻ പടിപ്പടിയായി ഉയർന്ന് ഇതൊക്കെ എക്സ്പോർട്ട് ചെയ്യുന്ന ബിസിനസ്സിലേക്ക് കടന്നു. പിന്നീട് മീൻ മാത്രമല്ല, മറ്റുള്ളതായിട്ടുള്ള മാംസപദാർത്ഥങ്ങൾ മറ്റുള്ള മൃഗങ്ങളുടെയൊക്കെ എക്സ്പോർട്ട് ചെയ്യാനായിട്ടൊക്കെ തുടങ്ങി. എന്തിനു പറയണു, അങ്ങേയറ്റത്തെ കോടീശ്വര പ്രഭുവായി എന്നാണ് പറയണത്. കുറെ കഴിഞ്ഞപ്പോൾ ഈ കാരണവർ മരിച്ചു. മരിച്ചിട്ട് നേരെ മുകളിലോട്ട് പോയി യമന്റെ മുമ്പിൽ പോയ സമയത്ത് ഇദ്ദേഹത്തിന് കുറെ നരകത്തിൽ പോകാനുള്ള ആജ്ഞയാണത്ര യമദേവൻ കൊടുത്തത്. കേട്ട കാരണവർ പറഞ്ഞു, ഞാൻ അനേകം ദാനധർമ്മങ്ങൾ ചെയ്തിട്ടുള്ളവനാണ്, അറിഞ്ഞുകൊണ്ട് പാപങ്ങളൊന്നും ചെയ്തിട്ടില്ല, എനിക്കെന്തിനാ ഈ നരകം, സ്വർഗമല്ലേ കിട്ടേണ്ടത് എന്ന് കാരണവർ ചോദിച്ചു എന്നാ പറയണത് യമനോട്. യമൻ പറഞ്ഞു അത്രേ, ഓർമ്മയുണ്ടോ അങ്ങ് ഒരാൾക്ക് ഒരു 10 രൂപ ദാനം കൊടുത്തത് ഉണ്ട്, അതുകൊണ്ട് അവൻ ഒരുപാട് ഹിംസാദി വൃത്തികൾ ചെയ്ത് പാപഭാരങ്ങൾ കൂട്ടി. അതിന് മൂലകാരണം അങ്ങ് കൊടുത്തതായിട്ടുള്ള ആ ധനമായിരുന്നു. അതുകൊണ്ട് അവൻ ചെയ്യുന്നതായിട്ടുള്ള, അവൻ മുഖാന്തരം ചെയ്യപ്പെടുന്നതായിട്ടുള്ള ഹിംസയിലൊക്കെ 1/6 അതിൻ്റെ പാപഫലങ്ങൾ അങ്ങയ്ക്കുമുണ്ട്, അങ്ങയ്ക്കും അത് അനുഭവിച്ചേ കഴിയൂ. അതുകൊണ്ട് ഒരുപാട് കാലങ്ങൾ അങ്ങയ്ക്ക് നരകത്തിൽ കിടക്കേണ്ടതുണ്ട്, നരകയാതനകൾ അനുഭവിക്കേണ്ടതുണ്ട് എന്നവിടെ പറഞ്ഞു. അപ്പം ഈ കഥ സന്ദർഭവശാൽ പറഞ്ഞതിൻ്റെ താല്പര്യം, പാത്രം അറിഞ്ഞു വേണം നമ്മൾ ദാനം ചെയ്യാൻ, അതേമാതിരി തന്നെ കൂട്ടുകൂടാൻ, മറ്റുള്ളവരെ ഏതൊരു വിധത്തിലായെങ്കിലും സഹായിക്കാൻ, അന്യർക്ക് ദ്രോഹമുണ്ടാകുന്ന, നഷ്ടമുണ്ടാകുന്ന, അവരെ വഞ്ചിക്കുന്ന, അതുകൊണ്ട് മറ്റു പ്രാണികൾക്കോ മറ്റോ ഹിംസയുണ്ടാവുന്നതായിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ അതിൽ നമ്മൾ ഏതെങ്കിലും വിധത്തിൽ നമ്മൾ അതിൽ പങ്കുചേർന്നു എന്നുണ്ടെങ്കിൽ അത് ആ പാപഫലങ്ങൾക്ക് നമ്മളും പാത്രീഭൂതരാവും, ആ പാപം നമുക്കും അനുഭവിക്കേണ്ടി വരും എന്നുള്ളത് ആ കഥയിലൂടെ അവിടെ പറയുകയാണ്.
എന്തായാലും ഈ കഥ പറഞ്ഞത് കാരണം കൊണ്ട്